എന്ത് പറ്റി ജയിപ്പിച്ചേട്ടാ ഇന്ന് ഭക്തിഗാന മൂഡിലാണല്ലോ. അതെ, നമ്മളിപ്പം വൃശ്ചികമാസത്തിന്റെ തുടക്കമായില്ലേ. അപ്പം ഈ വൃശ്ചികമാസം നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷവും കുളിരും തരുന്ന ഒരു മാസമാണ്. ഈ വൃശ്ചികത്തിന്റെ ക്രമീകരണങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊന്ന് അറിയാം. വൃശ്ചിക മാസം തുടങ്ങുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓച്ചിറ 12 വിളക്ക് ഓർമ്മ വന്നെ. 12 ദിവസം ഞാൻ മിക്കവാറും അവിടെ ആയിരിക്കും. ഞാനും അങ്ങനെ തന്നെയാണ്. ഞാനും ക്ഷേത്രങ്ങളൊക്കെ കയറി ഇറങ്ങുന്ന ഒരു സമയമാണ് വൃശ്ചികമാസം. അപ്പോൾ ഇത്തവണ ചേട്ടാ ശബരിമലയ്ക്ക് പോവോ? ഇത്തവണയും പോകുന്നുണ്ട്. ഞാൻ എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകുന്ന ഒരാളാണ്. ഇത്തവണയും ശബരിമലയ്ക്ക് പോകുന്നുണ്ട്. അയ്യപ്പസ്വാമിയെ ദർശിക്കാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമല്ലേ. ഉറപ്പായും. മുന്താസിന് ശബരിമലയെക്കുറിച്ചും അയ്യപ്പസ്വാമിയെക്കുറിച്ചും ഒക്കെ ചരിത്രങ്ങൾ അറിയൂ? ഈ ചില പുസ്തകങ്ങൾ നമ്മൾ സിനിമയൊക്കെ കണ്ടുള്ള അറിവേ എനിക്കുള്ളൂ. നമുക്ക് പുസ്തകങ്ങൾ കൂടിയല്ല, നേരിട്ടിന്നറിയാം. നേരിട്ട് എങ്ങനെ നമ്മളപ്പം നമുക്ക് അത് ആധികാരികമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന പന്തളം രാജകുടുംബാംഗങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട്. പന്തളം രാജകുടുംബത്തിൽ പോകണമെങ്കിൽ നമ്മൾ കൊട്ടാരത്തിലേക്ക് പോകണ്ടേ? പോകാം. നമുക്ക് ഇന്ന് പന്തളം രാജകുടുംബത്തിലേക്ക് ഒന്ന് യാത്ര തിരിച്ചാലോ? ഇന്നോ? അതെ, ഇപ്പോഴോ? അതെ, ഇപ്പൊ തന്നെ പോകാം. നമുക്ക് ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പന്തളം രാജകുടുംബത്തിലേക്ക് ഒന്ന് പോയാലോ? തീർച്ചയായിട്ടും. ഞാൻ കൊട്ടാരത്തിലാണ്, ഞാൻ ഇപ്പൊ തന്നെ റെഡി. ഇപ്പൊ തന്നെ നമുക്ക് പോവാം. അപ്പോൾ കൊട്ടാരത്തിലേക്ക് കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ യാത്ര ചെയ്യാൻ പോവാണ്. ഞാനും ഉണ്ട്, ജയിപ്പിച്ചേട്ടനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ കരുതിയിരുന്നോ. സ്റ്റേ ട്യൂൺ ടു ചേതന FM 90.8.